ദൈവമക്കളെ, ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് സകല ഭാരവും യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല ഭാരവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുക എന്നതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവമക്കളായ പലരും തൻ്റെ ഭാരങ്ങളെ സ്വയം തൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അടുത്ത നിമിഷം എന്തായി തീരും, എൻ്റെ ജീവിതം എന്തായി തീരും എന്ന് ചിന്തിച്ച് അതിൻ്റെ എങ്ങനെ പോംവഴികൾ സൃഷ്ടിക്കാം എന്നൊക്കെ ചിന്തിച്ച് ഭാരവുമേറി നടക്കുകയാണ് ഭൂരിപക്ഷം വ്യക്തി ജീവിതങ്ങളും. അതായത് 90% ദൈവമക്കളും ചെയ്തു വരുന്നത്. അതിന് പകരം ദൈവമക്കളെ, നിങ്ങൾക്കുള്ള ഭാരം ആകട്ടെ, എന്ത് തന്നെ ആകട്ടെ, അത് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഫ്രീ ആക്കിക്കൊണ്ട് ഹാപ്പിയായി ആ ഭാരമെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവിൻ്റെ കരങ്ങളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ എൻ്റെ ഭാരം മുഴുവനും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ളവരായി, എപ്പോഴും സന്തോഷത്തോടെ ആയിരുന്നുകൊണ്ട് നാം ദൈവത്തിൽ സന്തോഷിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കുക. ദൈവത്തിൽ നാം എപ്പോഴും സന്തുഷ്ടരായിരിക്കണം. 150 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എപ്പോഴും നാം സന്തോഷമുള്ളവരായിരിക്കണം. ഭാരമില്ലാതെ പ്രയാസമില്ലാതെ ഈ ജീവിതത്തിൽ ഇല്ല. എങ്ങനെ ജീവിച്ചാലും ഭാരങ്ങൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ കടന്നു വരും. പക്ഷേ അതിനെ ജയിക്കുക എന്നുള്ളതാണ് ദൈവമക്കളെ നാം ചെയ്യേണ്ടത്. അല്ലാതെ പിശാച് കൊണ്ടിടുന്നതായ പ്രയാസങ്ങളെ, ഭാരങ്ങളെ നാം ചുമന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അതിനെ വച്ചുകൊണ്ട് നാം വേദനിച്ച് പ്രയാസപ്പെട്ട് നടക്കുകയല്ല ദൈവമക്കളെ നാം ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ അപ്പനുണ്ട് നമ്മെ സംരക്ഷിക്കുവാൻ, അപ്പനുണ്ട് നമ്മെ വിടുവിക്കുവാൻ, അപ്പനുണ്ട് നമ്മെ സഹായിക്കുവാൻ. അപ്പൻ ഞങ്ങളുടെ ഭാരമെല്ലാം നികത്തി തരുന്നവനാണ്. ആ സർവശക്തനായ പിതാവിനെയാണ് ഞാൻ വിളിക്കുന്നത്. പിതാവിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിന് സകലതും നീക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പോടുകൂടി നാം മുന്നോട്ട് പിശാചിൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നമ്മെ തകർക്കുവാൻ നോക്കുന്ന പൈശാചിക ശക്തികളുടെ മുമ്പിൽ, മാനുഷിക കരങ്ങളുടെ മുമ്പിൽ, മാനുഷിക വ്യക്തികളുടെ മുമ്പിലൊക്കെ നാം ചിരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. നാം ചിരിച്ചുകൊണ്ട് എപ്പോഴും നാം ചിരിക്കുന്ന മുഖത്തോടു കൂടി ആയിരിക്കണം. അപ്പോൾ പിശാചിന് ഒരിക്കലും നമ്മെ ജയിക്കുവാൻ സാധിക്കത്തില്ല. ഈ വ്യക്തിയെ എത്രത്തോളം തകർക്കാമെന്ന് ഞാൻ നോക്കിയിട്ടും എങ്ങനെ ഇവൾ ചിരിച്ചുകൊണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഇവൻ ചിരിച്ചുകൊണ്ടായിരിക്കുന്നു എന്ന് പിശാച് നോക്കി പല്ല് കടിക്കുവാൻ, പിശാച് ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികൾ വരെ പല്ല് കടിക്കുവാൻ ഇടയായിത്തീരും. നമ്മെ തകർക്കുവാനായിട്ട് പിശാച് പല വ്യക്തികളെയും കയ്യിലെടുക്കും. അങ്ങനെയാണ് നമ്മളുടെ കൂടെയുള്ള വ്യക്തികൾ നമുക്കെതിരായിത്തീരുന്നത്. ആ വ്യക്തികളുടെ മുമ്പിൽ നാം തോറ്റു കൊടുക്കാതെ, നാം തകർന്നു പോകാതെ, നാം നശിച്ചു പോകാതെ പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടി നാം ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്നുള്ള ആ സംരക്ഷണം, ദൈവത്തിൻ്റെ ആ ഉയർന്ന കരം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനും നമ്മെ നശിപ്പിക്കുവാൻ നോക്കുന്ന പിശാചിൻ്റെ മുമ്പിൽ നാം ഉയരുവാൻ, നാം അനുഗ്രഹിക്കപ്പെടുവാൻ
പോകുന്നത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. ദൈവം നമ്മെ മാനിക്കും. സന്തുഷ്ട ഹൃദയന് മാത്രമേ നന്മകൾ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. സന്തുഷ്ട മാനസന് മാത്രമേ സകലതും നേടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ആയിരുന്നാൽ സക്സസ്സിലേക്ക് എത്തുവാൻ കഴിയും. നമ്മെ ദുഃഖിപ്പിക്കുവാൻ, നമ്മെ കരയിപ്പിക്കുവാൻ ഒക്കെ നോക്കുന്നവരെ ഗുഡ് ബൈ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എനിക്ക് ഒന്നും ഫലിക്കത്തില്ല. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ സർവശക്തൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആർക്കും എന്നെ തകർക്കാൻ കഴിയുകയില്ല. ഞാൻ എന്നും അനുഗ്രഹിക്കപ്പെട്ടവളായി, എൻ്റെ അപ്പൻ്റെ മകളായി, എൻ്റെ ദൈവത്തിൻ്റെ മകളായി ഞാൻ സന്തോഷത്തോടെ ആയിരിക്കും. ആർക്കും എന്നെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് നാം പറഞ്ഞുകൊണ്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ നിശ്ചയമായും നാം പറയണം എൻ്റെ കർത്താവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കർത്താവിനാൽ ഈ പ്രശ്നങ്ങളെല്ലാം നീങ്ങിപ്പോകും. ഒരു പ്രശ്നങ്ങൾക്കും എന്നെ തകർക്കുവാൻ കഴിയുകയില്ല. എൻ്റെ കർത്താവിനാൽ ഞാൻ ഉയർച്ച പ്രാപിക്കും. എൻ്റെ കർത്താവിനാൽ ഞാൻ നന്മ പ്രാപിക്കും. എൻ്റെ കർത്താവിനാൽ ഞാനൊരു ഭവനം നേടും. എൻ്റെ കർത്താവിനാൽ ഞാൻ കാർ നേടും. എൻ്റെ കർത്താവിനാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് നാം ഏറ്റുപറയുന്നതിനനുസരിച്ച് വലിയ പ്രവൃത്തികൾ നടക്കുന്നത് നമുക്ക് കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങൾ ഏറ്റുപറയുക, സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിക്കും, സർവശക്തനായ ദൈവം എന്നെ മാനിക്കും, സർവശക്തനായ ദൈവം എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തെ നൽകും. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ സമ്പത്തുണ്ട്. ആ സമ്പത്ത് കൊണ്ട് എൻ്റെ അപ്പൻ എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കടഭാരത്തെ മാറ്റും, എന്നെ വിടുവിക്കും എന്ന് നാം പറയണം. അങ്ങനെ നാം പറയണം. എൻ്റെ അപ്പൻ്റെ കരങ്ങളിലുണ്ട് സമ്പത്ത്. അപ്പനാൽ അസാധ്യമൊന്നുമില്ല.